അഡ്മിഷൻ പ്രോസസ്സിന് സമയത്ത് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുകയാണ് ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്ത പല കാര്യത്തിനെയും മാർക്കുകൾ അല്ലെങ്കിൽ ബോണസ് പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇത് എനിക്കുണ്ട് അത് എനിക്കുണ്ട് ടിക്ക് ചെയ്താൽ മാത്രം പോലെ അത് കൃത്യമായി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പോൾ ഏതൊക്കെയാണ് ആ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കുക? ഏകദേശം ഒരു 17ഓളം കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ വേണം നിർബന്ധമില്ല, കാരണം എല്ലാത്തിനും നമ്മൾ എലിജിബിൾ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില സർട്ടിഫിക്കറ്റ്സ് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, ആദ്യമായിട്ട് യോഗ്യതാ സർട്ടിഫിക്കറ്റ്. അതിൽ ഏതൊക്കെ വരുന്നത്? അതായത് വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ട്രൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുടെയും അസൽ ഹാജരാക്കണം. അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ SSLC പാസ്സായി +1 എത്തുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ SSLC മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ നമ്മുടെ വിടുതൽ സർട്ടിഫിക്കറ്റ് എന്താ നമ്മുടെ ട്രാൻസ്ഫർ TC, അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ നമ്മുടെ നിർബന്ധമായി നമ്മുടെ സ്കൂളിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ അത് സ്കൂളിൽ നമ്മളുടെ കയ്യിലേക്ക് തരും. അപ്പോൾ നിങ്ങളത് വാങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. അത് നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കും. ചിലപ്പോൾ TC ഒന്നും സ്കൂളിൽ നിന്ന് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. ഇത് അഡ്മിഷൻ സമയത്തുള്ളതാണ്, അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളതല്ല. അപ്പോൾ ഇത് ഓർമ്മയിലുണ്ടായിരിക്കും, സ്കൂളിൽ നിന്ന് വാങ്ങണമെന്ന കാര്യം ഓർമ്മയിലുണ്ടായിരിക്കുക. രണ്ടാമത്തെ, പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ. അതായത് പ്രായപരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ SSLC എക്സാം അല്ലെങ്കിൽ +1 അഡ്മിഷൻ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും എടുക്കാൻ കഴിയില്ല. പ്രായപരിധി എത്ര വരെ നോക്കി നിങ്ങൾ? അതായത് ഏകദേശം 20 വയസ്സ് വരെ അല്ലേ. 2024 ജൂൺ മാസം 11-ന് 15 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നാൽ 20 വയസ്സ് കവിയാൻ പാടില്ല. ഈ രണ്ട് ഇടയിൽ വരുന്ന ആളുകൾക്കാണ് എന്ത് കിട്ടുക? ഈ പറഞ്ഞ രീതിയിലുള്ള ഇത് കിട്ടുക, അതായത് അഡ്മിഷൻ കിട്ടുക. അതിൽ എന്തെങ്കിലും എക്സ്ട്രാ രീതിയിൽ പ്രായ പരിധി ഇളവ് വേണമെന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോസ്പെക്റ്റിൽ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ഇത് മിക്കവാറും ഒരു റയർ കേസാണ്. ഇത് എനിക്ക് നിങ്ങളിൽ ആരും ഈ ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരും. ഇതൊരു റയർ കേസാണ്. അതുപോലെ നിങ്ങളെല്ലാവരും ഈ ഒരു ഇതിൽ വരുന്ന ആളുകൾ തന്നെയായിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്തത്, വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ. അതായത് നമുക്ക് ഭിന്നശേഷി എന്ന് പറഞ്ഞ സംഭവം അല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിൽ അത് എന്തൊക്കെയാണെന്ന് കൃത്യമായി നമ്മളെ പ്രോസ്പെക്ട് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ണ് കാണുന്നോ കേൾവിയോ അല്ലെങ്കിൽ ഏതാണോ ആ പറഞ്ഞ ഭിന്നശേഷി, അത് ഏകദേശം എത്ര? അത് 40% കുറയാതെ വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് അപ്പോൾ നമ്മൾ ഒരു ചെവി കേൾക്കാത്ത ആളാണെങ്കിൽ ഒരു 40% ചെവി കേൾക്കില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലേ. അതെന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ കൂടെ വരുത്തണം. ഇതും ആ ഒരു എക്സെപ്ഷൻ കേസിൽ വരുന്നതാണ്. ഇനി അടുത്തത്, സാമുദായിക സംവരണം പരിശോധിക്കുന്നത്. അതായത് നമുക്ക് റിസർവേഷൻ അല്ലെ, ഓരോ കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? SSLC ബുക്കിൽ സമുദായ വിവരങ്ങൾ മതിയാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ SSLC ബുക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക നമ്മുടെ ജാതി കാണിക്കാൻ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ളത് SSLC കൃത്യമായി പറയുന്നുണ്ടാവും. അതല്ലാതെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കണം അല്ലേ. അപ്പോൾ SSLC ബുക്കിൽ ഏതാണത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് SSLC ബുക്കിൽ ഇനഫ്, അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ SSLC ബുക്കിൽ നിന്ന് വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതേപോലെ നമുക്ക് വില്ലേജ് ഓഫീസറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കിട്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുക. ഇനി ഇതും ഒരു റയർ കേസാണ്. നമ്മുടെ തമിഴ് കന്നഡ ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ ആ വിവരം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് ഹാജരാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഈ ഒരു കാര്യമാണ്. നമ്മൾ ബോണസ് പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ മുന്നേ പഠിച്ചത്, നമ്മളെ താലൂക്ക്, ഇതൊക്കെ നമുക്ക് ബോണസ് പോയിന്റ് തരുന്ന ഒരു കാര്യം അല്ലേ. ആ വിത്തിൻ്റെ താലൂക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് നമുക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നതാണല്ലോ. ആ രീതിയിൽ നോക്കുമ്പോൾ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നവർ SSLC ബുക്കിൻ്റെ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ അഡ്രസ്സ് SSLC ബുക്കിൽ വളരെ ക്ലിയർ ആണ്, കറക്റ്റ് അഡ്രസ്സാണ്, കറക്റ്റ് കാര്യമാണ്, കറക്റ്റ് പഞ്ചായത്താണ്, കറക്റ്റ് താലൂക്കാണ്, കറക്റ്റ് ജില്ലയാണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലംസ്, ആ SSLC ബുക്ക് തന്നെ മതി. എന്നാൽ അത് വിഭിന്നമാണെങ്കിൽ എന്താ, അല്ലാതെ പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. റേഷൻ കാർഡിൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ താലൂക്കൊക്കെ കൃത്യമായി അതിൽ പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജിൽ പോയി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അക്ഷയ സെൻറ്ററിൽ നമ്മൾ അപേക്ഷിക്കണം. ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആകും. അതായത് അഡ്രസ്സ് ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് മാറി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ. ഇനി നിങ്ങൾ SSLC ബുക്കിൽ നിങ്ങൾ അഡ്രസ്സ് ഓക്കെയാണ്, ഒരു ഇതുമില്ലെങ്കിൽ SSLC ബുക്കിൽ അഡ്രസ്സ് തന്നെ എന്ത് ചെയ്ത് അത് മതി, വേറെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തത്, ഇനി NCC അല്ലെ, NCCക്കാർക്കുള്ളതാണ്. NCC സർട്ടിഫിക്കറ്റ് ഏത് വേണം? NCCക്ക് 75% ഹാജരുണ്ടെന്ന NCC ഡയറക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റിൽ അർഹതയുണ്ടാവും. ഓക്കെ, അപ്പോൾ NCCക്കാർ ശ്രദ്ധിക്കുക, 75% മേലെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം NCC വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടായിരിക്കും. ഇനി ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ സർവീസുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിൽ പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് നിങ്ങളുടെ അച്ഛൻ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ സേനയിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാന്റെ ആശ്രിതർ എന്നുള്ളതിൽ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജർ. ഇനി റിട്ടയർ ചെയ്ത ആളാണെങ്കിലോ സൈനികരുടെ വെൽഫെയർ ബോർഡ് ഉണ്ടോ അല്ലെ. അപ്പോൾ നിങ്ങളുടെ പാരൻസിനെ ചോദിച്ചാൽ അവർക്ക് അതറിയാം. അപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ
അതും നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി നമ്മൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിലാണെങ്കിൽ ഇത് അത് എൻ്റെ ഒരു കാറ്റഗറി നമ്പർ കേട്ടോ. അവർ നിങ്ങളുടെ കയ്യിലും എന്തുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലേ. SPC പ്രൊജക്ട് കെയർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. ഇത് ആ ഒരു കാറ്റഗറിയാണ്, ആ കാറ്റഗറി പ്രകാരമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, SPCക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി അടുത്ത എന്താണ്, ട്രൈ ബ്രേക്കർ പോയിന്റ് നൽകുന്ന ഇനത്തിൽ അപ്പോൾ നമുക്ക് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഏതൊക്കെ അതിൽ വരുന്നത്, NTTC അതുപോലെ NMMSSC USS LSS ഒഴികെയുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് പങ്കെടുക്കുകയായിരിക്കണം. NTSCക്ക് പോയിന്റ് ലഭിക്കാൻ 8ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് SCRTO NCRTO നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലേ. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ 11ാമത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണണം. അത് ലിറ്റിൽ കൈറ്റ്സ് ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയുള്ള A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജർ. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ കഴിഞ്ഞ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണോ ആ ഫോമിൽ ടിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തൊരു കാര്യമാണ് നമ്മുടെ സംവരണ വിഭാഗം. അതായത് എക്കണോമിക്കലി, അതായത് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. ഇത് നമ്മൾ കഴിഞ്ഞ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മൾ OBCയെ ഞാൻ ഇതിൽ കാറ്റഗറി ഉൾപ്പെടുത്തിയിരുന്നു, അത് തെറ്റാണ്. അത് നിങ്ങൾക്ക് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന അതായത് എക്കണോമിക്കലി വീക്ക് സെക്ഷൻ എന്ന് പറഞ്ഞ EWS കാറ്റഗറി ആരാണ്, അത് ഈ കാറ്റഗറിയിൽ പെടുന്ന ഈ ആപ്ലിക്കൻ ഷുഡ് നോട്ട് ബി ബിലോങ് ടു SC ST ഓർ OBC. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, ഈ 3 വിഭാഗത്തിലും പെടാത്ത സാമ്പത്തികമായി മുന്നോട്ട്, അതായത് ഈ ബ്രാഹ്മിൺസ്, നായർസ്, ആ വിഭാഗത്തിൽ പെടുന്ന ആളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെങ്ങനെയാണ്, അതായത് ഏകദേശം മാസത്തെ 8 ലക്ഷത്തിന് താഴെയാണ് അവരുടെ ആനുവൽ ഫാമിലി ഇൻകം എങ്കിൽ ഈ രീതിയിൽ അവർ അപേക്ഷിക്കാം. അത് നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതൊരു ഫീസിൽ എന്തൊക്കെയോ ഇളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇനി അതുപോലെ LSS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും, EO നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഹാജരാക്കണം. USS യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. NMMS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കണം. ഈ രീതിയിലാണ് നിങ്ങൾ എന്തിനൊക്കെ ടിക്ക് ഇടുന്നു അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാണിച്ചിരിക്കണം. റെഡി. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, ടിക്ക് ചെയ്യാൻ പാടില്ല. നാളെ മുതൽ നിങ്ങൾ ഓൺലൈനായി ചെയ്യുന്ന പ്രോസസ്സൊക്കെ ആരംഭിക്കാൻ പോകണം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. എനിക്ക് അവിടെ വേഗം കിട്ടുമല്ലോ എന്ന് കയറി വെറുതെ ആവശ്യമില്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ടിക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ അനാവശ്യമായിട്ടാണ് നിങ്ങൾ ടിക്ക് ചെയ്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സ് വരെ തെറ്റാവാൻ അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനൊക്കെ കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ അലോട്ട്മെന്റ് ചെയ്യണമെന്ന വീഡിയോസ് നാളെ തന്നെ നമ്മുടെ ചാനൽ വരും. നിർബന്ധമായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ്സ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.